യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവസന്നിധി നിലവിളിക്കുന്ന ദൈവഭക്തനെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടി ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് ഇടപെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ, ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ഉറപ്പാണ്, കർത്താവ് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. അതേത് കാഠിന്യമേറിയ വിഷയമായിക്കൊള്ളട്ടെ, എത്ര ഭാരമേറിയ വിഷയമായിക്കൊള്ളട്ടെ, കർത്താവ് എന്നെ നിങ്ങളെ മാനിപ്പാൻ ഉണ്ട് എന്ന് ഉറപ്പ് നൽകുകയാണ്. വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ ഹിസ്കിയാ രാജാവ് രോഗം ബാധിച്ചു കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവ് വന്ന് തന്നോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുക, ഹിസ്കിയാ രാജാവെ, നീ മരിച്ചു പോകും, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. തൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ദൈവശബ്ദം കേട്ട് രാജാവ് ചെയ്യുന്നത് പ്രവാചകന്റെ ആലോചന പോലെയല്ല, മറിച്ച് തന്നെ വിടുവപ്പാൻ കഴിയുന്ന ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ താൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ പ്രാർത്ഥനയെ 38-ാമത്തെ 3-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായി ഉള്ളത് ചെയ്തത് നീ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഏറ്റവും കരഞ്ഞു. കരയുന്ന ദൈവഭക്തനെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നത്, ഏത് വിഷയമായിക്കൊള്ളട്ടെ, കരയുന്ന നിന്റെ വിഷയത്തിന് വേണ്ടി, കണ്ണുനീര് തൂകുന്ന നിന്റെ വിഷയത്തിന് വേണ്ടി കർത്താവിൻ്റെ അത്ഭുതകരമായ കാര്യം വെളിപ്പെടും. ദൈവസ്ഥലത്തിൽ കരഞ്ഞ ഹിസ്കിയാവിന് വേണ്ടി ദൈവത്തിൻ്റെ മറുപടി ഉടൻ തന്നെ ഏത് പ്രവാചകൻ ആലോചന അറിയിച്ചോ അതേ പ്രവാചകനിലൂടെ തന്നെ മടങ്ങിച്ചെന്ന് അറിയിപ്പാൻ കൽപ്പിച്ചെങ്കിൽ, അവൻ്റെ ആയുസിനോടുകൂടെ 15 സംവത്സരങ്ങളുടെ കൂട്ടാൻ ദൈവത്തിൻ്റെ കൽപ്പനയായെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ദൈവസന്നിധിയിൽ കരയുന്ന നിങ്ങളുടെ വിഷയത്തിന് മറുപടിയുണ്ട്. ഹിസ്കിയാ രാജാവിന് വേണ്ടി മാത്രമല്ല, ആരൊക്കെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് കരയാൻ തയ്യാറാകുന്നു, ദൈവം മുമ്പാകെ നിങ്ങളുടെ ഹൃദയത്തെ പകരുവാൻ ഒരുക്കമാകുന്നുണ്ടോ, നിശ്ചയമായി അവൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുമ്പോൾ, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ദൈവത്തിൽ കരഞ്ഞ അനേക വ്യക്തികൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിപ്പാൻ ദൈവം ഇടയാക്കിയില്ല. ദൈവഭക്തനെ, നീ ദൈവസ്ഥലിൽ കരയാൻ തീരുമാനമെടുത്താൽ മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ നിന്നെ കരയാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്റെ വിഷയത്തിന് വേണ്ടി അവൻ്റെ അത്ഭുതകരമായ കരം നീട്ടി നമ്മെ അനുഗ്രഹിപ്പാൻ, മാനിപ്പാൻ കർത്താവിൻ്റെ കരമുണ്ട്. അതുകൊണ്ട് എത്ര ഭാരമേറിയ വിഷയമായിക്കൊള്ളട്ടെ, എത്ര ഉത്തരമില്ലെന്ന് പറയുന്ന വിഷയമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് നിങ്ങളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് അവൻ്റെ തിരുമുഖം അന്വേഷിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ജയത്തിൻ്റെ ഘോഷം, നിങ്ങൾ അത്ഭുതത്തിൻ്റെ ഘോഷം പറയാൻ കർത്താവ് നമ്മെ ഇടയാക്കും. ദൈവ തിരുമുഖത്തേക്ക് നോക്കാം, പ്രാർത്ഥനയോടെ അവൻ്റെ അടുത്തിലേക്ക്, ദൈവസ്ഥനിലേക്ക് അടുത്തുചെല്ലാം. കർത്താവ് നമ്മെ മാനിക്കും, നമ്മെ അനുഗ്രഹിക്കും, നമ്മെ ഉയർത്തും, നമ്മുടെ പേര് വലുതാക്കും. ഗോഡ് ബ്ലസ് യു ഓൾ.